ഹായ് കൂട്ടുകാരെ, ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നങ്ങനെ ശരണ്യ പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നത്. പുതിയതെന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ ചെയ്ത് കാരണം നിങ്ങളെല്ലാവരും കഴിച്ചിട്ടും ഉണ്ടാവും. വേറൊന്നുമല്ല, കോക്കനട്ട് ബോൾ. അതെ, അതിനാകുമ്പോൾ അധികം ചിലവൊന്നുമില്ല, എണ്ണ ചിലവും ഇല്ല. അപ്പം തേങ്ങയും ശർക്കരയും പിന്നെ പേരിന് ഇച്ചിരി എണ്ണ. അപ്പൊ ഇത്ര ഐറ്റം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കാരണം എനിക്കറിയാവുന്ന ഒരു ഐറ്റം കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കയറി പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്ക് കോക്കനട്ട് ബോളിന്റെ വീഡിയോയിലേക്ക് അതെ അതെ, ഞങ്ങൾക്കും സുഖം തന്നെ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് വീണ്ടും ഞങ്ങൾ വീഡിയോ ചെയ്യാനുള്ള കാരണം. നിങ്ങൾ ഒത്തിരി പേര് ഞങ്ങളെ വിളിച്ചൊക്കെ വിശേഷം തിരക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹവും നന്ദി അല്ലേ. അപ്പം കൂട്ടുകാരെ, ആദ്യമായിട്ടൊക്കെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോയി. കൂട്ടുകാരെ, ശരണ്യ അതേ വരിയേം എന്നാണ് ശരണ്യ ചെയ്യുന്നത്? ശർക്കര പാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നേരത്ത് നമ്മുടെ അമ്മയാണെങ്കിൽ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, തേങ്ങയൊക്കെ ചിരണ്ടി അപ്പൊ തീരാൻ പോണല്ലേ. അതെ അതെ ശരണ്യ, ഇത് 2 ഐറ്റം മതിയല്ല? അല്ല, എന്താന്നാ ശരണ്യ, എനിക്കറിയാവുന്ന രീതി അറിയാം. ശരണ്യ ഇനി വ്യത്യസ്തമാക്കി ഇനി എന്തെങ്കിലും ചെയ്യണുണ്ടോന്നറിയാൻ എനിക്കറിയാവുന്ന രീതിയിൽ തന്നെ. അപ്പൊ ഇനി ഇതൊന്ന് പാനിയായി വരട്ടെ അല്ലേ. പാനിയായി ഒന്ന് അരിച്ചെടുക്കണം അല്ലേ. അതെ 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 അതെ, നമ്മുടെ അമ്മ തേങ്ങയൊക്കെ ചിരണ്ടിയത് കൊണ്ടുവന്ന് വെച്ച് അല്ലേ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഇത് പിന്നെ എളുപ്പ പരിപാടിയാണ്. പിന്നെ നമ്മുടെ അച്ഛൻ ഇവിടെ ഇല്ല, എപ്പോഴും വീഡിയോയിൽ പറയണ പോലെ അല്ല. ഇന്ന് അച്ഛൻ ചിലപ്പോൾ താമസിച്ചേ വരത്തുള്ളൂ, പോയേക്കുക. ഇതിനായിട്ട് നമ്മൾ നാടൻ തേങ്ങ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കൂട്ടുകാരെ, കുറച്ചേ ചെയ്യുന്നുള്ളല്ലേ, ഒത്തിരിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ എള്ളു വറുത്തെടുക്കാൻ പോയാണ് അല്ലേ. തീ കത്തിച്ചാ? മതി, കുറച്ച് മതിയല്ല നമ്മൾ അല്ലേ. ആഹാ, അമ്മക്ക് ഇപ്പോഴേ ഉണ്ട തിന്നാൻ അമ്മ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഓ, ശരണ്യ ആ കാര്യം മറന്നു പോയല്ലേ. എപ്പോഴും ഈ തവി എടുത്ത കാരണം ശരണ്യ തവി മറന്നു പോകുന്നു. പിന്നെ നമ്മളങ്ങനെ എപ്പോഴും ഈ പാത്രമൊന്നും എടുക്കാറില്ല. അതെ, ഈ തവി ഇതായ കൊണ്ടാണ് ഈ പാത്രമൊന്നും എടുക്കാത്തത്. ഇതിന് പൊട്ടിയൊക്കെ വന്നല്ലേ. ഇത് പെട്ടെന്ന് ആകുമല്ല. അതെ ശരണ്യ, പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയല്ല അല്ലേ. അത് ഒന്ന് വിതർത്തിട്ടര, അപ്പോഴേ എല്ലാം പെട്ടെന്ന് പൊട്ടുള്ളൂ. കൂട്ടിയിടരുത്. കണ്ട, ഞാൻ പഠിപ്പിച്ചു തന്നെ ചില കാര്യങ്ങളൊക്കെ. അതെ, വിതർത്ത് ഇട്ടാ പെട്ടെന്ന് ചൂട് കൊണ്ട് പൊട്ടും. അതെ അതെ. അപ്പൊ പൊട്ടാൻ തുടങ്ങി. അപ്പൊ ഇനി നമുക്കിത് മാറ്റാല്ലേ. പൊട്ടട്ടെ അങ്ങോട്ട്. എന്റെ ദൈവമേ, ഏതായാലും പൊട്ടിത്തീർന്ന്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ശരി ശരി. ഈ പാത്രത്തിലല്ലേ. ഓ, ദോശയുടെ നെയ്യ്. അതെ, ഞാൻ മേടിച്ചു തരാം.
അപ്പൊ ഇനി നമുക്ക് ഈ തേങ്ങ ഇനി ഒന്ന് ചുപാർത്തണം, ചെറിയായിട്ടൊന്ന് ഇതിന്റെ വെള്ളം പറ്റണം. ശരി ശരി, നന്നായിട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര ഒന്ന് അരിച്ചു വെച്ച പാനിയായി, അരിച്ചു വെച്ച പാനിയായോ? ഒന്ന് ഞാനേ എനിക്കറിയാമെങ്കിലും കൂട്ടുകാരോട് ശരണ്യ പറഞ്ഞു കൊടുക്കണ്ടേ, അതാണ്. അതെ അതെ അതെ. എന്നാന്ന് ശരണ്യ, ശർക്കര ഒന്ന് ഒഴിക്കുക. കുറച്ച് പാനി മതി ഇതിന് അല്ലേ? കുറച്ച് മതി, അതാ കുറച്ച് നമ്മൾ എടുത്തേ. ഞാൻ ഇളക്കി കൊടുക്കുക നന്നായിട്ടല്ലേ? നമ്മുടെ എള്ളിട്ടില്ലല്ലോ. അങ്ങനെയാണല്ലേ? ഞാനാണെങ്കി ആദ്യം തന്നെ ഇട്ടേനെ. ഞാനാണെങ്കി ഈ കൂടെ തന്നെ എള്ളിട്ടേനെ, ഇതിന്റെ കൂടെ. അതേ കണ്ട കൂട്ടുകാരെ, ഇങ്ങനെ വന്ന് നമുക്ക് അറിയാല്ലേ, അടക്കൊക്കെ തേങ്ങാപ്പീര ചെയ്യല്ലേ എന്ന് പറഞ്ഞ പോലെ. എള്ളിടിയ അതെ. എള്ളങ്ങോട്ട് ഇട്ട് ഇനി അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക അല്ലേ? ശരണ്യ ഇതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ തീയെല്ലാം കെടുത്തി നമുക്കൊരു പാത്രത്തോട്ട് ആക്കാം. ചെറുതായിട്ട് തണുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെ കൈ പൊള്ളും. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് തണുക്കട്ടെ അല്ലേ? നന്നായിട്ട് തണുക്കാനും പാടില്ല. ഉണ്ട ഉരുട്ടാൻ തുടങ്ങിയാ? എന്നോട് പറയണ്ടായിരുന്ന? അതാണ്. എന്നാ ഒന്ന് കാണിച്ചേ. ഇതാണ് കൂട്ടുകാരെ കോക്കനട്ട് ബോൾ അല്ലേ? അപ്പൊ നമ്മുടെ ശർക്കര എന്ന് വെച്ചാൽ ഇച്ചിരി വെള്ള ശർക്കരയാണ്. കറുപ്പ് ശർക്കരയാണെങ്കിൽ നല്ല അല്ലേ, കറുത്തൊക്കെ ഇരുന്ന്. അപ്പൊ ബാക്കി അമ്മ പിടിക്കും അല്ലേ? ഒന്ന് കാണിച്ചു കൊടുത്താ ഉണ്ട. എന്റെ ചോറിന്റെ ഉണ്ടയാണ്. അതെ, അതെടുത്ത് വെച്ചേ തന്നെ. അമ്മ മേടിച്ചിട്ട് അത് മേടിയില്ലേ? വേറെ ഉണ്ടായിരുന്നല്ലോ അതേ കൂട്ടുകാരെ. അതെ, അതാണ് കോക്കനട്ട് ബോളും. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന മറ്റേ പാക്കറ്റിൽ ഇരിക്കുന്ന ടൈപ്പ് അല്ല, വീട്ടുകളിൽ ഉണ്ടാക്കുന്ന കോക്കനട്ട് ബോൾ. പരിപാടി തേങ്ങ ഇച്ചിരി ശർക്കര കെട്ടിയ അതെ, ചൂടാക്കി എല്ലാം പിടിക്കുവാണെങ്കിൽ മധുരമായിരിക്കും. സൂപ്പർ. രണ്ടുപേരും കൂടി ചെയ്തോണ്ടിരിക്കുകയാണ്. ശരണ്യ എത്രണ്ണം ഉണ്ട്? ഒത്തിരി ഉണ്ടോ? അമ്മയെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. അതെ, അച്ചുകുട്ടൻ വന്ന നേരത്തെ അരന്നെച്ചെങ്കിൽ അച്ചുകുട്ടി വന്ന നേരത്തെ അരന്നെച്ചെങ്കിൽ ചായക്ക് കൊടുക്കാറുണ്ട്. അവർക്ക് പഴംപൊരിയാണ് ഇഷ്ടം. അതെ, അതില്ലാത്ത ദിവസം ഇല്ലല്ലേ? കാരണം അച്ചുവിന് ഇഷ്ടം അതാണ്. അത് കാരണം കൂട്ടുകാരെ എല്ലാ തേങ്ങകളും ഉണ്ട കുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് എപ്പോഴാണ് ഇത് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇത് സെറ്റായി നല്ല ഉറക്കത്തുള്ളു. അപ്പൊ നല്ല അതെ അതെ. നമ്മുടെ അച്ഛൻ വന്ന്, അച്ഛൻ നമുക്ക് ഇതിന് പാക്കിംഗ് കവറും ഒക്കെ മേടിക്കാൻ പോയിരിക്കുകയായിരുന്നു. അച്ഛാ, ഇന്നതേ ശരണ്യതേ പുതിയൊരു ഐറ്റം ആണക്കി വെച്ചിട്ടുണ്ട്. എന്നാണ് കോക്കനട്ട് ബോള്. അച്ഛൻ തിരക്കിലാണല്ലോ അച്ഛൻ. അച്ഛൻ കൂട്ടുകാരിയുടെ ഒരു ഹായ് എങ്കിലും കൊടുക്ക്. അച്ഛൻ തിരക്കിലാണ്. എന്നാ ബാ നമുക്ക് കോക്കനട്ട് ബോൾ ഒന്ന് നോക്കിയിട്ട്. ശരി 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 ശരി. അപ്പൊ
കൂട്ടുകാരെ നമുക്ക് അച്ഛന് കൊടുത്ത് നോക്കാം തിന്ന് അച്ഛന്റെ അഭിപ്രായം അറിയാം. അറിയാം. മധുരമായിട്ട് അച്ഛൻ അച്ഛൻ വന്നപ്പോഴാണ് വീഡിയോ ഒന്ന് കളറായതല്ലേ? ആണല്ലേ? അതെ. അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ കഴിക്കാൻ പോവാം അല്ലേ? അതെ. അമ്മക്ക് പൊട്ടില്ല ഇരിക്കട്ടെ. സുന്ദരിക്ക് പൊട്ടുകുത്താണോ ഈ വീഡിയോ? സുന്ദരിക്ക് പൊട്ടുകുത്താണോ ഇന്നത്തെ വീഡിയോ? അപ്പൊ അച്ഛ തിന്ന് നോക്ക്. അച്ഛാ തിന്നോക്കെന്ന് പറഞ്ഞാൽ അവര് ഇതുപോലെ വെച്ചും പൊട്ട് കുത്താൻ സുന്ദരിക്ക് പൊട്ട് വെക്കാൻ പോയതാ. ഒരെണ്ണം എടുത്ത് നോക്കിക്കേ, സെറ്റ് ആയാന്നറിയാം. സെറ്റ് ആയോന്ന് അറിയത്തില്ല. വേണ്ട, ഇതാണ് സാധനം അല്ലേ? സെറ്റായി വരുന്നേ ഉള്ളൂ. ആ, അപ്പൊ ഞാൻ കൂട്ടുകാരെ ആ, മക്കളെ ഞാൻ കഴിച്ചു നോക്കട്ടെ. അതെ. എന്താ അമ്മക്ക് ഒന്നായിട്ട് വേണം. ചേർക്കുന്നത് എല്ലാം ചേർത്തിട്ടില്ല. അതെ 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 അതെ. ഒരു ബോൾ ആർക്കെങ്കിലും വേണം കഴിക്കാനായിട്ട്. ചീസ് ബോൾ. ആ, ചീസ് ബോൾ. കോക്കനട്ട് ബോൾ. കോക്കനട്ട് ബോൾ കൊള്ളാണോ? കോക്കനട്ടിന്റെ അതേ ടേസ്റ്റ് ഉണ്ട്. പിന്നെ എള്ളു കൂടി കോക്കനട്ട് ആണല്ലോ, അപ്പൊ പിന്നെ എങ്ങനെ അതിന്റെ ടേസ്റ്റ്? കൊള്ളാം, തിന്നു പോകും. അതെ. കൊള്ളാം. പിന്നെ കൂട്ടുകാരെ ഞങ്ങൾ അധികം ഒന്നും ഇണക്കിയില്ല. മധുരമുള്ള ഐറ്റം ആയതുകൊണ്ട് കുറച്ചേ ചെയ്തുള്ളൂ. അതാണ് ഞാൻ തിന്നു. അതെ അതെ. ശരണ്യ കഴിക്കല്ല, മധുരം കഴിച്ചു കഴിഞ്ഞാൽ ശരണ്യക്ക് എന്നെ കൊണ്ട് നാളെ ആശുപത്രി പോയിട്ട് വരാം. പിറ്റേ ദിവസം മൈഗ്രെയിൻ ഉണ്ടാവും. അതാണ് ശരണ്യ തിന്നുന്നില്ല. അല്ല, ഇച്ചിരി ഒക്കെ കഴിക്കാം. അല്ല, അത് ഇതുകൊണ്ടാണ്. അതെ, നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. നല്ലത് പറഞ്ഞിട്ടില്ലാത്തതല്ല കൂട്ടെ. ഇത് തിന്നിട്ട് ഇവരെ കാശ് വെറുതെ ഞാൻ തീർക്കുന്നതിന്, അല്ലെങ്കിൽ നാളെ വീവണ്ണി കൊണ്ട് കാശ് കൊടുക്കേണ്ടി വരും. അതെ അതെ, ശരിയാണ്. മധുരം എപ്പോൾ കഴിച്ചെന്നാലും ഒരു ഐസ്ക്രീം കഴിച്ചാൽ തന്നെയാണെങ്കിൽ ശരണ്യക്ക് പിറ്റേ ദിവസം തലവേദന വരും. അപ്പോൾ അതുമല്ല കൂട്ടുകാർക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ശരണ്യ നാളെ ക്ഷീണമായിട്ട് കിടക്കുകയും ചെയ്യും. അതെ അതെ അതെ, അത് തന്നെയല്ലേ ശരണ്യനെ ENT ഡോക്ടർ പറഞ്ഞായിരുന്നു മധുരം കൊടുക്കരുതെന്ന്. അമ്മക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. മൊത്തായി പോയി. മൊത്തായി. അതെ അതെ അതെ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര വേള് ലൈക്ക് ചെയ്യുക, ഷെയർ. അതെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. ഞങ്ങളെ കൂട്ടാക്കാം. ആ, അപ്പൊ അടുത്ത വീഡിയോക്ക് വരെ ബൈ.